പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്ക് കൂടി എത്തുകയാണ്. ഐ ലവ് മുഹമ്മദ് കലാപത്തിൽ സമാജ്വാദി പാർട്ടി ബന്ധം മറനീക്കി പുറത്തേക്ക്. കലാപത്തിന് കാരണമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത് സമാജ്വാദി പാർട്ടി നേതാവ് സുബൈർ അഹമ്മദ് ഖാൻ. ഇയാൾ സമാജ്വാദി പാർട്ടി കാൺപൂർ ജില്ലാ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തായിട്ടുണ്ട്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, നിലവിൽ ഈ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ രാജ്യമാസകലം കലാപം അഴിച്ചുവിടാനുള്ള നീക്കം പല സ്ഥലങ്ങളിലായി നടന്നിരുന്നു. ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല നടന്നത്. ഉത്തരാഖണ്ഡിലും അതോടൊപ്പം ഹൈദരാബാദിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കലാപം ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഈ പ്രവാചകന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള കലാപശ്രമം എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയായിരുന്നു. ഇതിന്റെ ഉത്തർപ്രദേശിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ, രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആണ് ഇതിന് ശ്രമം നടത്തുന്നത് എന്ന് BJP നേരത്തെ തന്നെ ആരോപിച്ചു. അത് ശരിവെക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ കലാപത്തിന് പിന്നിൽ സമാജ്വാദി പാർട്ടി ബന്ധം മറനീക്കി പുറത്തേക്ക് വരുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേര് സുബൈർ അഹമ്മദ് ഖാൻ എന്നയാളാണ്. നേരത്തെ ഈ വർഗീയ നിലപാടുകളുടെ പേരിൽ പോലീസ് സേനയിൽ നിന്നും, ഉത്തർപ്രദേശിലെ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. അതിനുശേഷം നേരെ പോയി സമാജ്വാദി പാർട്ടിയിൽ ഇയാൾ ചേരുകയാണ് ചെയ്തത്. ഈ വ്യക്തി ഒരു ഓഡിയോ ക്ലിപ്പ്, ഈ ആളുകൾ വെള്ളിയാഴ്ചത്തെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഒരു വലിയ ഓഡിയോ ക്ലിപ്പ് കമ്മ്യൂണൽ പ്രശ്നമുണ്ടാക്കുക ലക്ഷ്യമിട്ട് പ്ലേ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ സംഘമായെത്തി പോലീസിനെ ആക്രമിക്കാനും കലാപത്തിലേക്ക് തിരിയാനും കാരണം എന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഈ സുബൈർ അഹമ്മദ് ഖാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ കാൺപൂർ ജില്ലാ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ്. 2 തവണയായി അവരുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ആശീർവാദത്തോടെയാണ് ഈ കലാപം അവിടെ അരങ്ങേറിയത് എന്നുള്ളത് വ്യക്തമാകുന്നു. നേരത്തെ സോനം വാങ്ചുക് എന്ന കലാപകാരിയുടെ നേതൃത്വത്തിൽ ലഡാക്കിലും സമാനമായ പ്രശ്നമുണ്ടാവുകയും അതിനെ പിന്തുണച്ച അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒക്കെ രംഗത്ത് വരുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഇതാ ഇപ്പോൾ രാജ്യത്ത് അസ്ഥിരത പടർത്താൻ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.